ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു സർപ്രൈസ് വ്ളോഗാണ്. നമ്മൾ അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. ബാക്കിൽ കണ്ടൂടെ ഡെക്കറേഷനൊക്കെ അമല ചെയ്തതാണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പാട്ടായിട്ട് ഞങ്ങൾ കുറച്ച് ബലൂൺസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് ഇട്ടിട്ടുണ്ട്. അമ്മയ്ക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മലബാർ ഗോൾഡിൽ പോയിട്ട് ഒരു ഡയമണ്ട് സംഭവം വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഹണി കോഫി കേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുത്തിട്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതെ, അമ്മയ്ക്ക് നോർമലി നമ്മള് എന്താ ചെയ്യുന്ന കേക്ക് കട്ട് ചെയ്യും, ഗിഫ്റ്റ് കൊടുക്കും, തീർന്നു. വേണമെങ്കിൽ ഒരു ഡിന്നറിനും കൂടെ പോകും, അത്ര കൂടുതൽ നമ്മൾ ശരിക്കും. ഇത് നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയ കുഞ്ഞ് സർപ്രൈസ് ആണ്. അപ്പോൾ ഒരു ഡയമണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ കുറച്ച് ലേറ്റായി, ഒരു 7-7:30 ആയതുകൊണ്ട് സിറ്റിയിലുള്ള ജ്വല്ലറി ഒന്നും തുറക്കത്തില്ല. അപ്പോൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നാളെ എങ്ങാനും വേറെ ഏതെങ്കിലും ഷോറൂമിൽ പോകും, കാരണം ഇച്ചിരി ലേറ്റായി പോയി. പിന്നെ ഒരു ഡിന്നർ ഞങ്ങൾ ഹിൽട്ടൺ ഗാർഡൻ ഇന്നിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹിൽട്ടണിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവരുടെ സർവീസ് എങ്ങനെയാണ്, ജസ്റ്റ് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഹോട്ടലിൽ പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഗാർഡൻ ഗ്രിൽ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ ഈ വ്ളോഗിൽ. അതിനു മുമ്പ് travel_techies ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിട്ട് കാണുക. റെഡി ആവാൻ പോയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് ഒക്കെ പൊളിച്ച് നോക്കി അഭിപ്രായമൊക്കെ കേട്ടിട്ട് പോകും. അതെ, നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കേക്ക്. Happy birthday dear Amma, happy birthday to you. കേക്ക് കട്ട് ചെയ്യാണ്. നമ്മുടെ അമ്മ 1 വയസ്സും കൂടെ ചെറുപ്പമായിരിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ്. അമലയുടേതാണ് ഏറ്റവും അധികം. കണ്ട ഉള്ളത് 2-3 ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് കാണാം ഗൈസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോൺ കവർ. ഫോണല്ല, ഫോണിന്റെ കവറാണ്. ഇതൊക്കെയാണ് അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. കൂടുതൽ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അമലയാണ്. നെയിൽ പോളിഷ് 1, 2, 3, 4, 5 ടോപ്പുകളായി. 5 ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. കൂടി പോയി തോന്നുന്നു. എന്നാലും താങ്ക്സ് ഫോർ എവറിത്തിങ്. A few moments later. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ പാർക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. നമ്മൾ അമ്മയുടെ അടുത്ത് പറയാതെ കൊണ്ടുവന്നു, ജസ്റ്റ് വെറുതെ വരുന്നതാണ് പറഞ്ഞത്. നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ പാർക്കിങ്ങിലാണ് ഇരിക്കുന്നത്. ടോപ്പ് ഫ്ലോറിലാണ് പാർക്കിംഗ് കിട്ടിയത്. അധികം തിരക്കൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ആഴ്ച നല്ല സിനിമയൊന്നും റിലീസില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എന്തായാലും കയറാം. അങ്ങനെ നമ്മൾ എമ്മോട്ടിയുടെ അകത്ത് കയറുകയാണ് ഗൈസ്. നമുക്ക് അമല പോകുന്നതാണ്. നമ്മൾ യാദൃശ്ചികമായി സുരേഷ് ഗോപിയെ കണ്ടിരിക്കുകയാണ്. ആക്ച്വലി കാവൽ മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര യാദൃശ്ചികമായാണ് സുരേഷ് ഗോപിനെ കണ്ടത്. ഭയങ്കര ലക്കിയാണ് ആക്ച്വലി. വേറെ ആരാണെന്ന് അറിയില്ല, കൂടെ ആരൊക്കെയുണ്ട്, അടുത്ത വയലെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സുരേഷ് ഗോപി അടുത്ത് കണ്ടിരിക്കുകയാണ്. സർപ്രൈസ്. സർപ്രൈസ്. നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ കയറാൻ പോവാണ്. കയറി നോക്കാം. അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പം അമ്മ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഡയമണ്ട് ഇയറിംഗ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് അമ്മയുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. അമ്മ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ഇയറിംഗ് അതാ പറഞ്ഞു വന്നത്. ഡയമണ്ട് ഇയറിംഗ്. ഐ ആം വെരി ഹാപ്പി. ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി. കട അടയ്ക്കാറായി. നീനും കൂടെ സഹായിച്ച് പെട്ടെന്ന് എടുത്തു. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബില്ല് കൊടുത്തിട്ട് ഇറങ്ങാം. സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അടിപൊളി സർപ്രൈസ് ആയിരുന്നു. മമ്മിയുടെ അതെ അതെ, വേറെ ലെവൽ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങാം. ഇവിടെയാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ നിന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇപ്പം ഇല്ല, പോയിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ഹിൽട്ടൺ ഗാർഡനിലാണ് പോകുന്നത്. ജസ്റ്റ് ഒരു സ്നാക്സ് കഴിക്കണം. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും. A few moments later. നമ്മൾ ഹിൽട്ടണിൻ്റെ പാർക്കിങ്ങിൽ വന്നിരിക്കുന്നത് വാൻഡ്രോസ് ജംഗ്ഷനിലാണ് ഇതുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഹിൽട്ടൺ ഗാർഡനിന്റെ റെസ്റ്റോറന്റിൽ വരുന്നത്. അപ്പം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതെ നല്ല റിവ്യൂ ആണ് കേൾക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ റൂഫ് ടോപ്പിൽ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ബുഫേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ എയർ ഡൈനിങ്. അടിപൊളിയാണ് സംഭവം. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നബാർഡ് കാണാം. അങ്ങനെ ഞങ്ങൾ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക ഓപ്പൺ വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും സിറ്റിയുടെ ഒരു അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സിറ്റി വ്യൂ ഫുള്ള് കാണാൻ. നമുക്ക് നമ്മുടെ പാളയം പള്ളി കാണാം, പാളയത്തുള്ള ക്രിസ്ത്യൻ ചർച്ച് കാണാം, അതുപോലെ നേരെ നമുക്ക് താജ് വിവാൻ്റെ ഒക്കെ കാണാം. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. താജ് വിവാൻ്റെയുടെ ഒരു ബോർഡ് കാണാം. അപ്പോൾ ഇവിടെ നല്ലൊരു സിറ്റിയുടെ വ്യൂ ആണ്. അടിപൊളി. ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അമല പറഞ്ഞു മെനു അമല കാണിച്ചു തരാമല്ലോ. നമ്മൾ ഓർഡർ ചെയ്തത് പാൻ ഗ്രിൽ പ്രോൺസ് ഓർഡർ ചെയ്തു, പിന്നെ ബേക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് ഓർഡർ ചെയ്തു, പിന്നെ തായ് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഓർഡർ ചെയ്തു. അത് സ്റ്റാർട്ടേഴ്സ്, അപ്പറ്റൈസർ സ്റ്റാർട്ടർ, പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. വലിയ മെനു ആണ്. ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കാണാം സൂപ്പുണ്ട്, സാലഡ്സ്, സാൻഡ്വിച്ചസ്, ഇന്ത്യൻ സ്കെച്ച് മീൽ, ഫ്രൈഡ് റൈസ്, ഓറിയൻ്റൽ മെയിൻസ്, വെസ്റ്റേൺ മെയിൻസ്, പാസ്ത, പിസ്സ, അപ്പറ്റൈസേഴ്സ്. അപ്പോൾ നമ്മൾ അപ്പറ്റൈസേഴ്സിനും പിന്നെ ബാക്കിലും ഉണ്ട് അക്കമ്പനിമെൻറ്റ്സ്, ബിരിയാണി ഉണ്ട്, അതുപോലെ ബ്രെഡ്സ്, ഡിസേർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സൊന്നും ഒരു സംഭവം പറഞ്ഞു. സ്റ്റാർട്ടേഴ്സ് വെസ്റ്റേൺ മെയിൻസ് പറഞ്ഞു, ഓറിയൻ്റൽ മെയിൻസ് പറഞ്ഞു, ഫ്രൈഡ് റൈസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്ച്വലി ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഹിൽട്ടൺ ഗാർഡനിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. വെറൈറ്റി ആയിട്ട് ഒരു ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ റൂഫ് ടോപ്പ് ഡൈനിങ് തന്നെ എടുത്തത്. താഴെയാണെങ്കിൽ നോർമൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയി ബൊഫേ ഒക്കെ കാണിച്ചു. നോൺ വെജ് ബൊഫേ ആണ്. 1399 മറ്റോ ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ബൊഫേ ആണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ ബൊഫേ എടുത്തില്ല, കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ട് കഴിക്കാനുള്ളൊരിതില്ല. പിന്നെ ഞങ്ങൾ ഡൈനിങ് തന്നെ അല്ലാതെ തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു റൂഫ് ടോപ്പ് ഡൈനിങ് എടുത്ത് ഇവിടെ വന്നിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് എന്തായാലും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. ഹലോ, വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഒരു ഔട്ടിങ് വന്നത്. അമ്മയുടെ ട്രീറ്റ് ആണ്. രാജമാമന്റെ നമ്മൾ റീഇംബേഴ്സ് ചെയ്യുന്ന ട്രീറ്റ് ആണ് ഇത്. ഇതിന്റെ സ്പോൺസർ രാജമാമനാണ്. രാജമാമനെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതെ രാജമാമൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബില്ല് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് തരിക. അപ്പൊ ഇതും പ്രൊമോഷൻ അല്ല. എല്ലാവരും പലരുടെയും വിചാരം ഞങ്ങൾ ഈ കഴിക്കുന്ന ട്രാവൽ ചെയ്യുന്ന ഫുള്ള് പ്രൊമോഷനും സ്പോൺസേർഡ് ആണെന്നൊക്കെയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ചെലവിൽ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ജെന്യുവിനായിട്ടുള്ള റിവ്യൂ, അങ്ങനെ ഒരു ജെന്യുവിനായിട്ടുള്ള റിവ്യൂസ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ അതെ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അത് നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും. കൊള്ളാം, നല്ല ആംബിയൻസ്, കാറ്റൊക്കെ കൊണ്ടിരിക്കാം. കൊതു ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഈ കൊതു കഴിക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആണ്. ജസ്റ്റ് ഒരു ഡ്രിങ്ക്സ് മെനു കൊണ്ടുവന്നു. അപ്പോൾ ഡ്രിങ്ക്സും എല്ലാം ലിക്കർ, അങ്ങനത്തെ ആൽക്കഹോൾ എല്ലാം അവൈലബിൾ ആണ്. ഇതെനിക്ക് ഒന്ന് 5 സ്റ്റാർ ഹോട്ടലാണ് എൻ്റെ ഒരു അറിവിൽ. ബാർ അറ്റാച്ച്ഡ് ആണ്. സെർവ് ചെയ്യും, ഫുഡിൻ്റെ കൂടെ വേണമെങ്കിൽ ഡ്രിങ്ക്സ് സെർവ് ചെയ്യും. നമുക്ക് എന്തായാലും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് നല്ലൊരു വ്യൂ ഈ സൈഡിൽ കിട്ടും. നമ്മൾ ആക്ച്വലി ടേബിൾ മാറി ഞങ്ങൾ ആ എൻഡിലാണ് ആദ്യം വരുന്നത്. അവിടെ കുറച്ച് ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഓപ്പൺ എയർ. ഈ സീറ്റ് അടിപൊളിയാണ്. ആ സൈഡ് കുറച്ച് ശോകമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇരുന്ന് അവിടെയാണ്, ഈ ടേബിളിലായിരുന്നു. കുറച്ച് ഇരുട്ടാണ്. ഇന്ന് തിരക്കില്ല, ഇന്ന് ആരും ഇല്ല ഇവിടെ. ഇനി ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുകയാണ് സ്പ്രിംഗ് റോൾ. വെജിറ്റബിൾസ് ആണ് സ്റ്റഫ് ചെയ്യുന്നത് ഈ സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നമുക്ക് മമ്മീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. റെഡ് സോസ്, നോട്ട് റെഡ് ചില്ലി. വെരി നൈസ്, ക്രിസ്പി, ടേസ്റ്റി. ഇപ്പം നമ്മുടെ ചിക്കൻ വന്നിരിക്കുകയാണ്. ബേക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഈ സംഭവം. ഇതിൻ്റെ കൂടെ ഒരു സോസ് പോലത്തെ സംഭവമുണ്ട്.
പിന്നെ ഇത് നമ്മുടെ പ്രോണാണ്. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് കാണാം. ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കുഴപ്പമില്ല. ചിക്കൻ ബേക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റും ഒരു നോർമൽ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ കൊള്ളായിരുന്നു. പ്രോൺസും നല്ലതായിരുന്നു. പിന്നെ എക്സെപ്ഷണലായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ആവറേജ് ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ കുറച്ച് അധികം എനിക്കൊന്ന് നമ്മൾ ഓബൈ താമരയെ പോയി കഴിച്ചിട്ട് അവിടുത്തെ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അത്രയൊന്നും ഇല്ല. അവിടുത്തെ ഒരു ഫുഡിന് ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ കസ്റ്റമർ സർവീസും എക്സെപ്ഷണൽ ആയിരുന്നു. ഇവിടെ കുറച്ച് അതിൽ മേ ബി ഞങ്ങൾ റൂഫ് ടോപ്പ് എടുത്തുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഒരു അബോവ് ആവറേജ് ആ ഒരു ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. എക്സെപ്ഷണലൊന്നും ആയിട്ടില്ല. എന്തായാലും നമുക്ക് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങാം. ബില്ല് വരുമ്പോൾ കാണിച്ചു തരാം എന്തായാലും ബില്ല് എങ്ങനെയാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ ഒരു ലോബി ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ പോവാണ്. $3,097 ആയി ബില്ല്. അപ്പോൾ ഞങ്ങൾ ബില്ല് പേ ചെയ്തു. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ഏരിയ കേട്ടോ. ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റ് ഏരിയ ഇതാണ്. ഈ സൈഡിലാണ് ബൊഫേ ഒക്കെ ഉള്ളത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു ഡേ ആയിരുന്നു. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. സർപ്രൈസ് കൊടുത്തു. കേക്ക് മുറിച്ചു. നേരെ മോൾ ഓഫ് ട്രാവൻകൂറിൽ പോയി. പിന്നെ നമ്മുടെ ഹിൽട്ടണിൽ വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റി. നമുക്ക് ഡയമണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല. ഭയങ്കര എക്സെപ്ഷനിലല്ല. അപ്പോൾ ഇനി ഞങ്ങൾ വരില്ല ചിലപ്പോൾ. നിങ്ങൾ വിചാരിക്കും നമ്മൾ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സേ പോവുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ ശരിക്കും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കാശ് മുടക്കി തന്നെയാണ് പോകുന്നത്. സ്പെഷ്യൽ ഡേയ്സിന് സ്പെഷ്യൽ മൊമെന്റ്സിന് ആ ഒരു ഡേ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പുതിയതൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് സ്പെഷ്യൽ അല്ല. ഓക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഓക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അവിടെ ബൊഫേ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു വീക്കെൻഡ്സ്. ബൊഫേ കഴിക്കാനുള്ള അത്രയും വലിയൊരു കപ്പാസിറ്റി ഇല്ല. പിന്നെ അമ്മയും പപ്പയൊന്നും അത്രയും ഫുഡും കഴിക്കത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഹിൽട്ടണിൽ വന്നു. കുഴപ്പമില്ല. ജസ്റ്റ് ഒരു 5 സ്റ്റാർ ഡിന്നർ വെസ്റ്റേൺ സ്റ്റൈൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ വരാം. പക്ഷേ ബൊഫേയും എനിക്ക് വന്ന് 1,400 പ്ലസ് ടാക്സ് 1,700 800 റേഞ്ചിൽ വരുമെന്ന് തോന്നുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് travel_techies. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക, മെസ്സേജൊക്കെ അയയ്ക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇനി കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ ആൻഡ് അമല.